ജലബോംബ് എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പൊതുവെ ഓർമ്മ വരുന്നത് ഒരേ ഒരു പേരാണ്, നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് 131 വർഷത്തെ പഴക്കമുണ്ട്. ഈ ഡാം തകരുമോ എന്ന ഭീതിയാണ് എല്ലാ മഴക്കാലങ്ങളിലും ഉയർന്നു വരുന്നത്. പുതിയ ഡാം പണിയാൻ കേരളം ശ്രമിക്കുമ്പോൾ പഴയ കരാർ ഉയർത്തിക്കാട്ടി അത് തടയാനാണ് തമിഴ്നാട് ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ 3 സംസ്ഥാനങ്ങൾ തമ്മിൽ കാലാകാലങ്ങളായി വെള്ളത്തിന്റെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം എന്നത് നദികളുടെ നിയന്ത്രണം കേന്ദ്രത്തിന്റെ കയ്യിലായിരിക്കണം എന്നതാണ്. 3 സംസ്ഥാനത്തിലെയും ജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ ശരിയായ ഒരു പരിഹാരം കണ്ടെത്തണം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊരു ജലബോംബിനെ കുറിച്ചാണ്. ടിബറ്റിൽ ചൈന നിർമ്മാണം തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഒരു ജലബോംബ് ആയി മാറുമോ എന്ന ഭീതിയിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും. പദ്ധതി പ്രദേശം സ്ഥിതി ചെയ്യുന്നത് അതിശക്തമായ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണെന്ന് ചൈനീസ് സർക്കാരിന്റെ തന്നെ പുതിയ ഭൗമശാസ്ത്ര പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള ചൈന ജിയോളജിക്കൽ സർവേയുടെ മേൽനോട്ടത്തിൽ നടന്ന പഠനത്തിലാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഉണ്ടായത്. നിർദ്ദിഷ്ട ഡാമിലെ റിസർവോയർ പ്രദേശത്തിന് തൊട്ട് താഴെയായി പൈഷൻ ഹോൾട്ട് എന്ന സജീവമായ ഭ്രംശരേഖ കടന്നുപോകുന്നുണ്ട് എന്നാണ് ആ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. ചൈനയുടെ ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ജലവിഹിതം കുറയുമെന്ന ഭീതിയാണ് ഇന്ത്യക്കും ബംഗ്ലാദേശിനും നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ചൈനയുടെ ഈ മെഗാ ഡാം പദ്ധതി ഒരു തർക്കവിഷയം എന്ന തലം വിട്ട് വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. കാരണം ഏകദേശം 9500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭ്രംശരേഖയിൽ വലിയ ചലനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഫോൾട്ട് ലൈൻ ഇപ്പോഴും സജീവമാണെന്നതിന് തെളിവായി 2017 ഈ മേഖലയിലുണ്ടായ 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. തുടർച്ചയായ ഭൗമചലനങ്ങൾ കാരണം ഇവിടുത്തെ പാറകളുടെ ഘടന തകരുകയും അവയ്ക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പഠനത്തിൽ കണ്ടെത്തി. ഡാം നിർമ്മിക്കുകയും റിസർവോയറിൽ ദശലക്ഷക്കണക്കിന് ടൺ വെള്ളം നിറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിത സമ്മർദ്ദം ഈ ഫോൾട്ട് ലൈനെ കൂടുതൽ സജീവമാക്കാനും വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകാനും സാധ്യത ഏറെയാണെന്നാണ് പഠനത്തിൽ പറയുന്നത്. യാർലങ് സാങ്പോ നദി ടിബറ്റിലെ ഗ്രാൻഡ് കന്യോൺ കടന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ഭാഗത്ത് നിർമ്മിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് മെഡോക് ഹൈഡ്രോ പവർ സ്റ്റേഷനിലൂടെ ചൈന ലക്ഷ്യമിടുന്നത്. 2025 ജൂലൈയിലാണ് ഇതിന്റെ നിർമ്മാണം അവർ ആരംഭിച്ചത്. ചൈനയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, ടിബറ്റ് മേഖലയുടെ വികസനം സാധ്യമാക്കുക, ഈ ലക്ഷ്യങ്ങളാണ് പദ്ധതിക്ക് പിന്നിലുള്ളത്. ഇവിടെ നദി ചുരുങ്ങിയ ദൂരത്തിനുള്ളിൽ കുത്തനെ താഴേക്ക് പതിക്കുന്നതിനാൽ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ദുർബലമായ മണ്ണും മലനിരകളും നിറഞ്ഞ ഈ പ്രദേശത്ത് വെള്ളം കെട്ടി നിർത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുകളും മലയിടിച്ചിലുകളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നദിയുടെ താഴത്തെ തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇത് വലിയ ഭീഷണിയാകും. ടിബറ്റിൽ നിന്നും ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുന്ന നദി പിന്നീട് ആസാമിലൂടെ ഒഴുകിയാണ് ബംഗ്ലാദേശിലെത്തി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. സാധാരണ സമയങ്ങളിൽ ചൈന ഡാമിൽ വെള്ളം സംഭരിച്ചു വെക്കുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും കടുത്ത വരൾച്ചയ്ക്ക് കാരണമായേക്കും. മഴക്കാലത്ത് ചൈന ഒന്നിച്ച് ഈ വെള്ളം തുറന്നുവിട്ടാൽ അത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്നും തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചൈന പുലർത്തുന്ന രഹസ്യ സ്വഭാവം വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. നദീതട കരാറുകളോ വിവരങ്ങൾ പങ്കുവെക്കലോ കൃത്യമായി പാലിക്കാൻ ചൈന തയ്യാറാകാത്തതിൽ ഇന്ത്യ നിരന്തരമായി ആശങ്ക വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ഇതൊരു ആഭ്യന്തര വികസന പദ്ധതി മാത്രമാണെന്ന നിലപാടിലാണ് ചൈന ഉറച്ചു നിൽക്കുന്നത്.